ഹായ്, അലങ്കൃത ഫാഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് നമുക്ക് സെയിലുള്ളൊരു പ്രോഡക്റ്റാണ്. അതിൻ്റെ പൊടിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കാണിക്കാനും അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇന്നത് പൊടിക്കുന്നൊക്കെ ദിവസമാണ്. കുറേ കോലരക്കാണെങ്കിലും ഓറഞ്ച് ബില്ലാണെങ്കിലും കസ്തൂരി മഞ്ഞളൊക്കെ പൊടിച്ച് പാക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്, നല്ല ബെനിഫിറ്റ്സ് ഉള്ളതുമാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഏതാണെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് ഇത്? ഓറഞ്ച് പീല് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇഷ്ടംപോലെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ചെടുത്തതാണിത്. ഓറഞ്ച് പീൽ പൗഡറാണിത്. അപ്പോൾ ഈ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് തന്നെ ഇടാനാണെങ്കിലും ഫേസിൽ ഒറ്റയ്ക്കാണെങ്കിലും വളരെ നല്ലതാണ്. കാരണം ഞാൻ ഏറ്റവും അധികം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മുഖക്കുരു വന്ന പാടുകൾ മാറും, മുഖക്കുരു മാറും, അതുപോലെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കും. അതെന്ന് വെച്ചാൽ എന്നും ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് പൗഡറാണ് നമ്മുടെ ഈ ഓറഞ്ച് പീൽ പൗഡർ. വളരെ നല്ല മണമൊക്കെയാണിത്. ഞാനിപ്പോൾ കുറച്ച് പൊടിച്ചു, ഇനിയും പൊടിക്കണം നമുക്ക്. കാരണം ഓരോരുത്തരും നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇത് വാങ്ങി സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിച്ചിട്ട്, ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് വിചാരിച്ചതിനേക്കാളും ഒരുപാട് സമയം വേണം. ഇതിന് ശേഷം വേണം കോലരക്ക്, നവര, കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ പൊടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ ഡിലേ ആവും. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷോർട്സൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവർ തന്നെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓറഞ്ച് പീൽ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് കഴുകി ഉണക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്കാണ്. ഏത് സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് പാലിനോട് കൂടെ തൈരിനോട് കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വറൈസിൻ്റെ കൂടെ ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കരിമംഗല്യത്തിന് കിട്ടിയെന്നാണ് പറയുന്നതല്ല, സത്യമാണ്. കാരണം കുറേ പേര് അതിന് ശേഷം ഇത് വാങ്ങിച്ചു ഉപയോഗിച്ചു, അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയൊരു ഇതാണ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് ഇത് ബെസ്റ്റാണ്, നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ. അപ്പോൾ വലിയ എന്താ പറയുക, ആർക്കറിയാത്ത പ്രോഡക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഈ പ്രോഡക്റ്റിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയാനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കിതിപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് അധിക റേറ്റ് ഒന്നുമല്ല, നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എങ്കിലും അതൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റാത്തവർക്ക് അവർ വീട്ടിൽ തന്നെ അവർക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഓറഞ്ച് പൊളിക്കുന്നതിനാൾ മുൻപ് ഒന്ന് കഴുകി പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകാതെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പീല് മാത്രമായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി കഴുകി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾക്ക് പൊടിക്കാം. ബൾക്കായിട്ട് പൊടിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫേസ് പാക്കിന് ഇടാനാന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഓറഞ്ച് പീലൊക്കെ ഞാൻ പരമാവധി കുറേ ഓർഡർ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ മിക്സിയിലാണ് മിക്കതും പൊടിച്ചെടുക്കാറ്. മറ്റുള്ള പ്രോഡക്റ്റുകളെ പോലെ മില്ലിൽ ഞാൻ കൊടുക്കുന്നത് ഓറഞ്ച് പീൽ കുറവാണ്. പക്ഷേ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമുക്ക് ഒരാൾക്ക് ഒരു സമയം ഫേസ് പാക്ക് ഇട്ടാൽ നമുക്ക് കുറച്ചല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതായതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാൻ നേരെ ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിലേ വരുമ്പോൾ വ്യൂവേഴ്സും ഒക്കെ കുറയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് പേരേക്ക് നമ്മൾ വീഡിയോ എത്തില്ല. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യണ ദിവസം, അത് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസമൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. കാരണം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ തോന്നുമ്പോൾ പെട്ടെന്ന് കുഞ്ഞു നിങ്ങൾക്ക് വേണ്ടി കുറച്ചെടുത്ത് കൊണ്ടുവച്ച് ആ സമയത്തൊക്കെ ഒന്ന് കാണിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ അത് അരിക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഉണക്കുമ്പോഴും ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ജോലി തീർക്കാമെന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറാവും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ പൊടിക്കുന്നത് കാണിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട്
കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും മുന്നത്തെ വീഡിയോകളിൽ. അതിലൊക്കെ കോലരക്കാണെങ്കിലും ലിക്വറൈസ് ആണെങ്കിലും എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണും. നമുക്ക് എല്ലാതും ചെയ്യുമ്പോൾ നമുക്ക് നേരം കിട്ടില്ല. ഇതിപ്പോൾ തന്നെ കുറേ ഡിലേ ആയിട്ടാണ് നമ്മൾ അയക്കുന്നത്. ചിലവർക്കൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അറിയാം, ഞാൻ അവരോട് പറയുന്നതിനേക്കാളും ഡിലേ വരുന്നുണ്ട്. അത് നമുക്ക് തിരക്കായതുകൊണ്ടാണ്, പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെയാവും. ഇപ്പോൾ ഡിസ്പാച്ച് ഡേറ്റ് ആണ് നാളെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് വന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഇപ്പോൾ ഒരു യെസ്റ്റർഡേ വരെ ഓർഡർ ചെയ്തവർക്ക് നാളെ ഡിസ്പാച്ച് ആവും. നമ്മുടെ ജനുവരി 1 തൊട്ട് കേട്ടോ ഉള്ളവർക്കൊക്കെ നാളെ ഡിസ്പാച്ച് ആവും. ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് അയക്കുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വാട്സപ്പിലാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബുക്കിംഗ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.